പാർത്തിയെ തിരഞ്ഞുവന്ന സുനിയും മഹേഷും കാണുന്നത് പുഴക്കരയിൽ വെയിലത്ത് കിടക്കുന്നവനെയാണ്. അവൻ്റെ ആ കിടപ്പിൽ നിന്ന് തന്നെ അവൻ്റെ മനസ്സിനെ എന്തോ അലട്ടുന്നുണ്ട് എന്ന് ഇരുവർക്കും മനസ്സിലായി. പാർത്തി, ഇതെന്തൊരു കിടപ്പാ? സുനി അവനെ തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവൻ മെല്ലെ കണ്ണു തുറന്നു. നീ അന്ന് ഞങ്ങളോട് വഴക്കുണ്ടാക്കി പോയപ്പോൾ ഞങ്ങൾ കരുതി നീ കല്യാണം കഴിഞ്ഞ് നന്നായി കാണുമെന്ന്. അങ്ങനെ നന്നായെങ്കിൽ ശല്യം ചെയ്യണ്ടെന്ന് കരുതിയാണ് ഞങ്ങൾ മാറി നിന്നത്. എന്നിട്ട് നീ വെയിലത്ത് വന്ന് കിടക്കുകയാണോ? വീട്ടിലിരിക്കാൻ പറ്റാത്ത എന്ത് പ്രശ്നമാണ് നിനക്കുള്ളത്? മഹേഷ് വളരെ കൗശലത്തോടെ ചോദിച്ചു. അതിന് അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിലും ഒരുപാട് ദിവസമൊന്നും പാർത്തിക്ക് തങ്ങളോട് പിണങ്ങിയിരിക്കാൻ കഴിയില്ല എന്നത് അവർക്ക് രണ്ടുപേർക്കും അറിയാവുന്ന കാര്യമാണ്. വരുണിൻ്റെ ഉപദേശം സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ അവൻ തങ്ങളുടെ അടുത്തേക്ക് തന്നെ വരികയാണ് പതിവ്. ഇത്തിരി സമയം സോപ്പിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പാർത്തി പോക്കറ്റിൽ നിന്നും കാശെടുത്ത് സുനിയുടെ കയ്യിൽ കൊടുത്തു. അവൻ്റെ കണ്ണുകൾ തിളങ്ങി. കാരണം സാധാരണ കൊടുക്കുന്നതിലും കൂടുതൽ കാശുണ്ടായിരുന്നു. അവൻ മഹേഷിനെ കണ്ണു കാണിച്ചതിന് ശേഷം ബൈക്കിൽ കയറിപ്പോയി. അവൻ്റെ പിണക്കമെല്ലാം മാറുന്നത് വരെ മോൾ അവൻ്റെ ഒപ്പം മുറി കിടക്കണ്ട, സരസ്വതി അമ്മ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട മുത്തശ്ശി, അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ കള്ളം ചെയ്തത് കൊണ്ടായിരിക്കും എന്നല്ലേ കരുതുക. ചെയ്യാത്ത തെറ്റിന് ഞാൻ എന്തിന് ഒളിച്ചിരിക്കണം? എന്നെ കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ, അവൾ അവരെ നോക്കി ഉറപ്പോടെ പറഞ്ഞു. പക്ഷേ മോളെ, അവൻ ദേഷ്യപ്പെട്ട് വല്ലതും ചെയ്താലോ? സ്ത്രീകൾക്ക് നേരെ അവൻ കൈ ഉയർത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എങ്കിലും നിന്റെ കാര്യം ഓർക്കുമ്പോൾ ഒരു ഭയം. അവർ തൻ്റെ ഉള്ളിലെ ആദ്യം മറച്ചു വയ്ക്കാതെ തന്നെ പറഞ്ഞു. രാത്രി പാർത്തി വൈകി വരുന്നതിനാൽ തന്നെ മന്ത്ര എല്ലാവരുടെയും ഒപ്പം ആഹാരം കഴിക്കുകയാണ് പതിവ്. അവൾ കഴിക്കാതിരുന്നാലും സരസ്വതി അമ്മ അവളെ നിർബന്ധിച്ച് കഴിപ്പിക്കും. 10 മണിവരെ താഴെ എല്ലാവർക്കുമൊപ്പം ഇരുന്നതിന് ശേഷം മന്ത്ര അവരുടെ മുറിയിലേക്ക് പോയി. അവൻ വരുന്നത് വരെ ഉറങ്ങാതെ ഇരിക്കണമെന്ന് തന്നെ അവൾ ഉറപ്പിച്ചിരുന്നു. അതിനാൽ സമയം പോകാനായി ഓരോന്ന് ഒതുക്കാനും വൃത്തിയാക്കാനുമൊക്കെ തുടങ്ങി. അതിനിടയിലാണ് അലമാരയിൽ നിന്നും അവൻ്റെ പഴയ ഡയറി അവൾക്ക് കിട്ടിയത്. ഒരു കൗതുകത്തോടെ അവൾ അത് കയ്യിലെടുത്തു. എഴുതിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിൽ ചിത്രങ്ങളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പേനയും പെൻസിൽ ഉപയോഗിച്ച് വരച്ച ചിത്രങ്ങൾ. ആദ്യത്തെ പേജിൽ സുന്ദരിയായ ഒരു സ്ത്രീയുടെ ചിത്രമുണ്ടായിരുന്നു. ആ ചിത്രത്തിലെ ഭാവത്തിൽ നിന്ന് തന്നെ അവൾക്കത് അമ്മയാണെന്ന് മനസ്സിലായി. അവൾ അല്പസമയം അതിലേക്ക് വിടർന്ന കണ്ണുകളോടെ നോക്കി. ഒരു നിമിഷം അവൾക്ക് തൻ്റെ സ്വന്തം അമ്മയെ ഓർമ്മ വന്നപ്പോൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ അടുത്ത പേജ് എടുത്തു. പ്രവീണിനും വരുണിനും ഒപ്പം നിൽക്കുന്ന ചിത്രം അതിലുണ്ടായിരുന്നു. ഒപ്പമുള്ളത് ആരൊക്കെയാണെന്ന് മനസ്സിലായില്ല എങ്കിലും അത് അവൻ്റെ സുഹൃത്തുക്കളായിരിക്കുമെന്ന് അവൾ ഊഹിച്ചു. സരസ്വതി അമ്മയുടെ മടിയിൽ ഇരിക്കുന്ന കുഞ്ഞു പാർത്തിയുടെ ചിത്രം കണ്ടപ്പോൾ അവൾ തൻ്റെ കൈകൊണ്ട് അതിൽ മെല്ലെ തഴുകി. അടുത്ത പേജിൽ ഉണ്ടായിരുന്നത് സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ ചിത്രമായിരുന്നു. ആ കുട്ടിയെ പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ അവൾ അടുത്ത പേജ് മറിച്ചപ്പോൾ പാർത്തിയുടെ നെഞ്ചോട് ചേർത്ത് നിർത്തിയിരിക്കുന്ന ആ പെൺകുട്ടിയായിരുന്നു അടുത്ത ചിത്രത്തിൽ. അതിന് താഴെ എൻ്റെ പാർവതി എന്നെഴുതിയിരുന്നു. പാർവതി? അവൾ ആ പേര് വീണ്ടും വീണ്ടും ആവർത്തിച്ചു. പിന്നെ ആ ഡയറി കയ്യിൽ വെച്ചിരിക്കാൻ അവൾക്ക് തോന്നിയില്ല. അത് ഇരുന്നിടത്ത് തന്നെ തിരികെ വെക്കാനായി നടന്നപ്പോഴാണ് പിന്നിൽ വാതിൽ തുറക്കുന്ന ശബ്ദം അവൾ കേട്ടത്. താൻ ഡയറി എടുത്തത് പാർത്തി കാണുമെന്ന ഭയത്തിലും ആ ചിത്രങ്ങൾ കണ്ടതിൻ്റെ പകപ്പിലും അവൾ അനങ്ങാതെ നിന്നുപോയി. തലേ ദിവസത്തേക്കാളും ബോധത്തോടെ കയറി വന്നവൻ അവളുടെ കയ്യിലിരിക്കുന്ന ഡയറി കണ്ടതും അവൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. വേഗത്തിൽ മുന്നോട്ട് വന്ന അവൻ അത് അവളുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിക്കുന്നത് പോലെ പിടിച്ചു വാങ്ങി. നിന്നോട് ആരാടി പറഞ്ഞത് ഇതെടുക്കാൻ? വിറച്ചുകൊണ്ടുള്ള അവൻ്റെ ചോദ്യം കേട്ടതും അവൾ നാവനയ്ക്കാൻ കഴിയാതെ നിന്നുപോയി. മേലാൽ എൻ്റെ ഏതെങ്കിലും സാധനങ്ങളിൽ നീ കൈവച്ചാൽ നിന്റെ കൈ ഞാൻ വെട്ടിയെടുക്കും. അവൾ നിറയുന്ന കണ്ണുകളോടെ അവനെ നോക്കിയതും കണ്ണുനീർ കണ്ട അവൻ്റെ ദേഷ്യം കൂടുകയാണ് ചെയ്തത്. ആരെ കാണിക്കാനാണ് നിന്റെ അഭിനയം? അത് നിനക്ക് കാശ് തന്നവരോട് മതി. ഈ പാർത്തിക്കിട്ടുണ്ടാക്കാൻ വരണ്ട ഡാഷ് മോളെ. ഞാൻ തെറ്റൊന്നും ചെയ്തില്ല. കാശ് വാങ്ങിയ കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. അവളുടെ വാക്കുകൾ കേട്ടതും അവൻ പുച്ഛത്തോടെ മുഖം കൊട്ടി. ഇനിയൊരക്ഷരം നീ പറയരുത്. കാശ് വാങ്ങാതെ എന്നെപ്പോലെ ഒരുത്തനെ കെട്ടാൻ നീ സമ്മതിക്കുമെന്ന് വിശ്വസിക്കാനും മാത്രം മണ്ടനൊന്നുമല്ല ഞാൻ. പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് നടക്കാൻ ഒരുങ്ങിയതും അവൾ അവൻ്റെ കാലിൽ പിടുത്തമിട്ടു.
ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കാമോ? എനിക്കൊന്നും അറിയില്ലായിരുന്നു. അവൾ തൻ്റെ കാലിൽ പിടുത്തമിട്ടതും തിരിഞ്ഞുപോലും നോക്കാതെ കാലു കുടഞ്ഞുകൊണ്ട് അവൻ ബാത്റൂമിലേക്ക് കയറിപ്പോയി. തൻ്റെ സ്വന്തം അച്ചമ്മ കൂടി ചേർന്ന് തനിക്ക് 10 ലക്ഷം രൂപ വിലയിട്ടത് അവന് സഹിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു. വിവാഹം കഴിക്കണമെന്ന് തനിക്ക് ഒരു നിർബന്ധവുമില്ലായിരുന്നു. വിവാഹം വേണ്ട എന്ന് 100 വട്ടം പറഞ്ഞതുമാണ്. എന്നിട്ടും കാശിനോട് ആർത്തിയുള്ള ഒരുത്തിയെ തൻ്റെ തലയിൽ കെട്ടിവച്ചിരിക്കുന്നു. കാശ് വാങ്ങിക്കൊണ്ട് തൻ്റെ ജീവിതത്തിലേക്ക് വന്നവൾ താൻ എത്ര ശ്രമിച്ചാലും ഇനി ഒഴിഞ്ഞു പോകില്ല എന്ന് അവൻ വിശ്വസിച്ചു. അവൾക്ക് നല്ലൊരു ജീവിതം കണ്ടെത്തി കൊടുക്കണമെന്നും തൻ്റെ നശിച്ച ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി അവൾ നല്ലതുപോലെ ജീവിക്കുന്നത് കാണണമെന്നും ഒക്കെ ചിന്തിച്ചിരുന്നതാണ്. അപ്പോഴാണ് നിഷ്കളങ്കമായ അവളുടെ മുഖത്തിന് പിന്നിൽ ഇങ്ങനൊരു സ്വഭാവമുണ്ട് എന്നറിയുന്നത്. ദേഷ്യം ശമിപ്പിക്കാൻ എന്നോണം അവൻ ഒരുപാട് സമയം വെള്ളത്തിന് താഴെ തന്നെ നിന്നു. ഒടുവിൽ ഒരുവിധം മനസ്സ് ശാന്തമായതിനു ശേഷമാണ് പുറത്തേക്കിറങ്ങിയത്. ഇറങ്ങുമ്പോൾ കണ്ട കാഴ്ചയിൽ അവൻ ഞെട്ടിപ്പോയി. തറയിൽ പരന്നു കിടക്കുന്ന രക്തവും അതിനു മുന്നിൽ ബോധം മറഞ്ഞു കിടക്കുന്നവളും. അവന് പെട്ടെന്ന് ജീവനില്ലാതെ കണ്ട തൻ്റെ അമ്മയെ ഓർമ്മ വന്നു. ഒരു നിമിഷം കൈയും കാലും മരവിച്ചതുപോലെ അവൻ നിന്നുപോയി. അടുത്ത നിമിഷം സ്വബോധം വീണ്ടെടുത്ത് അവൻ അവളുടെ അരികിലേക്ക് പാഞ്ഞു. അവളെ തട്ടി വിളിച്ചു നോക്കാമെന്ന് അവൻ കരുതി. അപ്പോഴാണ് അവളുടെ പേര് പോലും തനിക്ക് അറിയില്ല എന്ന് അവൻ ഓർക്കുന്നത്. വിറയ്ക്കുന്ന കൈകളോടെ അവൻ അവളെ കോരിയെടുത്തു. അവളുമായി താഴേക്കുള്ള പടികൾ ഇറങ്ങുമ്പോൾ 100 ചിന്തകൾ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഒപ്പം തന്നെ അഖിലിൻ്റെ മുറിക്ക് മുന്നിലെത്തിയപ്പോൾ അവനൊന്ന് നിന്നു. ഒരു കൈകൊണ്ട് എങ്ങനെയെങ്കിലും വാതിലിൽ തട്ടി വിളിച്ചു. ഉറക്കപ്പിച്ചിൽ ഇറങ്ങി വന്നവൻ മുന്നിൽ നിൽക്കുന്നവനെയും അവൻ്റെ കയ്യിൽ കിടക്കുന്ന ചോരയിൽ കുളിച്ച മന്ത്രയെയും കണ്ടു ഞെട്ടി. നോക്കി നിൽക്കാൻ സമയമില്ല, പെട്ടെന്നൊരു ഷർട്ട് എടുത്തിട്ട് കൊണ്ടുവന്നേ നീ. ശബ്ദം താഴ്ത്തിയെങ്കിലും കടുപ്പമുള്ള അവൻ്റെ വാക്കുകൾ കേട്ട് ഞെട്ടലോടെ നിന്ന് അഖിൽ പെട്ടെന്ന് തന്നെ സ്റ്റാൻഡിൽ കിടന്ന ഒരു ഷർട്ടും തൻ്റെ പേഴ്സും എടുത്ത് വേഗം ഇറങ്ങി. അപ്പോഴേക്കും പാർത്തി മന്ത്രയുമായി പിറകുവശത്തെ സീറ്റിലേക്ക് കയറിയിരുന്നു. മന്ത്രിക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാത്ത അങ്കലാപ്പിലും ഒപ്പം തന്നെ ആദ്യമായി തൻ്റെ ഏട്ടൻ ഒരു ആവശ്യത്തിന് തന്നെ വിളിച്ച സന്തോഷത്തിലും അങ്ങനെ രണ്ടും കൂടി കലർന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നു അഖിൽ. അവൻ ശരവേഗത്തിൽ കാർ മുന്നോട്ട് പായിച്ചു. ഇടയ്ക്ക് പിന്നിലേക്ക് നോക്കുമ്പോൾ എല്ലാം തലയിൽ കൈ താങ്ങി കുനിഞ്ഞിരിക്കുന്ന പാർത്തിയെയാണ് കാണുന്നത്. താൻ ബാത്റൂമിലേക്ക് കയറുന്നതിന് മുൻപുള്ള രംഗങ്ങൾ ഓർത്തെടുക്കുകയായിരുന്നു അവൻ. ഒടുവിലായി അവൾ തൻ്റെ കാലിലേക്ക് വീണിരുന്നു. കാലു കുടഞ്ഞുകൊണ്ട് വലിച്ചെടുത്തു മാത്രം ഓർമ്മയുണ്ട്. അവളുടെ ഒരു നിലവിളി പോലും കേട്ടിരുന്നില്ല. ഇവളുടെ പേരറിയാമോ നിനക്ക്? അവനൊരു ജാള്യതയോടെ അഖിലിനോട് ചോദിച്ചു. ദേവമന്ത്ര. ഒരത്ഭുതത്തോടെയാണ് അഖിൽ അത് പറഞ്ഞത്. വിവാഹം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും സ്വന്തം ഭാര്യയുടെ പേര് അറിയില്ല എന്ന് പറഞ്ഞാൽ? അതോർത്ത് ഒന്ന് തല കുടഞ്ഞുകൊണ്ട് അവൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു. മന്ത്രമോളെ എന്ന് അച്ചമ്മ വിളിക്കുന്നത് പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതിനപ്പുറം അവളെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്ന് അവൻ ഓർത്തു. സിറ്റിയിലെ വലിയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കാണ് അവളെ കൊണ്ടുവന്നത്. അവളെ അകത്തേക്ക് കൊണ്ടുപോയ ഉടനെ അവൻ ഒരു തളർച്ചയോടെ അടുത്തുള്ള ചെയറിലേക്കിരുന്നു. ഏട്ടത്തിക്ക് എന്താ ഏട്ടാ പറ്റിയത്? അഖിലിൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൻ അസ്വസ്ഥതയോടെ ഒന്ന് തല കുടഞ്ഞു. വീണതാണ് എന്ന് തോന്നുന്നു. ഈ പാതിരാത്രി എങ്ങനെ വീഴാൻ? മനസ്സിൽ പറഞ്ഞുകൊണ്ട് അഖിൽ അടുത്തായി കണ്ട ചെയറിലിരുന്നു. താൻ മൂലമാണ് അവൾക്ക് അപകടം പറ്റിയതെന്ന ചിന്ത പാർത്തിയെ അലട്ടിക്കൊണ്ടിരുന്നു. ടെൻഷൻ സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ അവൻ മൊബൈലെടുത്ത് വരുണിനെ വിളിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ വന്ന് ഡോക്ടർ വിളിക്കുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇരുവരും കൂടി ഡോക്ടറിൻ്റെ മുറിയിലേക്ക് ചെന്നു. 50 വയസ്സോളം പ്രായം വരുന്ന ഒരു സ്ത്രീയായിരുന്നു ഡോക്ടർ. അവർ സംശയത്തോടെ അവനെ അടിമുടി നോക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ അപകടം പറ്റിയത്? അവർ അവനെ നിരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു. സ്ലിപ്പായി വീണതാണ് ഡോക്ടർ. അവൻ പറഞ്ഞതും അവർ ഒന്ന് അമർത്തി മൂളി. തലയിൽ സ്റ്റിച്ചുണ്ട്. ഏറെ സമയം ബ്ലഡ് പോയതുകൊണ്ടാണ് ബോധം വീഴാൻ താമസിക്കുന്നത്. നിലവിൽ പേടിക്കാനൊന്നുമില്ല. എങ്കിലും നമുക്ക് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അവർ പറഞ്ഞപ്പോൾ അവൻ തലയാട്ടി. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ പാഞ്ഞു വരുന്ന വരുണിനെ കണ്ടു. എന്തു പറ്റിയടാ? വരുൺ പെട്ടെന്ന് തന്നെ ചോദിച്ചു. അവളൊന്ന് വീണതാണ്. വരുണിൻ്റെ മുഖത്തേക്ക് നോക്കാതെയാണ് അവൻ മറുപടി പറഞ്ഞത്. അതത്ര വിശ്വാസമാകാത്തതുപോലെ വരുൺ അവനെ സൂക്ഷിച്ചു നോക്കി. നീ അവളെ ഉപദ്രവിച്ചതാണോ? 2 ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു.
അഖിൽ കേൾക്കാത്ത വിധം ശബ്ദം താഴ്ത്തി വരുൺ ചോദിച്ചു. അതിന് ദേഷ്യത്തോടെ ഒന്ന് നോക്കിയതല്ലാതെ അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ആർക്കെങ്കിലും ഒരാൾക്ക് കയറി കാണാം എന്നു പറഞ്ഞതിനെ തുടർന്ന് പാർത്തി അകത്ത് കയറുമ്പോൾ അവൾ കണ്ണു തുറന്ന് കിടപ്പുണ്ട്. അവളോട് ഉള്ളിൽ ദേഷ്യമുണ്ടെങ്കിലും താൻ മൂലം അവൾക്കൊരപകടം പറ്റിയതിൽ അവന് സങ്കടമുണ്ടായിരുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു നിമിഷം നിന്നതിന് ശേഷം അവൻ പെട്ടെന്ന് തന്നെ പുറത്തേക്കിറങ്ങി. സ്കാനിങ്ങിൽ പ്രശ്നമൊന്നുമില്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു. ബോധം വീണപ്പോൾ ഡോക്ടറിനോട് മന്ത്ര താൻ വീണതാണ് എന്ന് മാത്രം പറഞ്ഞു. അതുകൊണ്ട് തന്നെ പിന്നീട് കൂടുതൽ ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല. പാർത്തി പറഞ്ഞതനുസരിച്ച് അഖിൽ വീട്ടിൽ വിളിച്ച് എല്ലാവരെയും വിവരം അറിയിച്ചിരുന്നു. തങ്ങൾ രാവിലെ തന്നെ അങ്ങോട്ട് വരുമെന്നും അതിനാൽ തന്നെ ആരും ഹോസ്പിറ്റലിലേക്ക് വരണ്ട എന്നും അറിയിച്ചു. രാവിലെ അവൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന കഞ്ഞി വരുൺ പാർത്തിയുടെ കയ്യിൽ കൊടുത്തപ്പോൾ അവൻ വരുണിനെ നോക്കി പല്ല് കടിച്ചു. ആ കൊച്ചിന് രാവിലെ മരുന്നൊക്കെയുള്ളതാ, പെട്ടെന്ന് ഈ കഞ്ഞി കോരിക്കൊടുക്ക്. വരുൺ പറഞ്ഞുകൊണ്ട് അഖിലുമായി മാറി നിന്നതും പാർത്തി അപ്പോൾ തന്നെ കഞ്ഞിയുമായി അവളുടെ അരികിലേക്ക് ചെന്നു. പാത്രവുമായി നിൽക്കുന്നവനെ കണ്ട് അവൾ ഞെട്ടിപ്പോയി. അരികിലിരുന്നു കൊണ്ട് അവൻ അവൾക്ക് നേരെ സ്പൂൺ നീട്ടിയപ്പോൾ അവൾ അറിയാതെ വാ തുറന്നു കൊടുത്തു. കുറച്ചു കുടിച്ചതിനു ശേഷം അവൾ മതിയെന്ന് കൈകൊണ്ട് കാണിച്ചപ്പോൾ അവൻ എഴുന്നേറ്റ് പോയി. മന്ത്രയുമായി തിരികെ ഈശ്വരമഠത്തിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും അവൾക്ക് ചുറ്റും കൂടി. അവൾ തന്നെത്താൻ വീണു എന്ന് പറഞ്ഞത് സരസ്വതി അമ്മയ്ക്ക് വിശ്വാസമായിട്ടുണ്ടായിരുന്നില്ല. കാശ് വാങ്ങിയ കാര്യം അവൻ അറിഞ്ഞതിനാൽ തന്നെ അതിൻ്റെ പേരിൽ ഇരുവരും തമ്മിൽ വഴക്ക് നടന്നു എന്നവർ ഭയന്നു. അതിനാൽ തന്നെ അവളെ അവരുടെ മുറിയോട് ചേർന്ന് മറ്റൊരു മുറിയിലേക്കാണ് മാറ്റിയത്. പാർത്തിയുടെ മനസ്സ് മാറിയതിനു ശേഷം മാത്രം അവളെ ഇനി അവൻ്റെ മുറിയിലേക്ക് വിട്ടാൽ മതിയെന്ന് അവർ തീരുമാനിച്ചു. ജോലിക്ക് നിൽക്കുന്ന സ്ത്രീകളിൽ ഒരാളെ അവളെ നോക്കാൻ പ്രത്യേകം പറഞ്ഞ് ഏർപ്പാടാക്കി. കമലയും വേണിയും വേണിയുടെ അമ്മയും എല്ലാം അവളുടെ ഒപ്പം നിന്ന് എപ്പോഴും സഹായിക്കുമായിരുന്നു. പാർത്തി പിന്നീട് അന്നത്തെ ദേഷ്യം അവളോട് കാണിച്ചില്ല എങ്കിലും അവൾ എന്ന ഒരാൾ അവിടെ ഇല്ലാത്തതുപോലെ ആയിരുന്നു അവൻ്റെ പെരുമാറ്റം. അപ്പോഴും താൻ തള്ളിയപ്പോഴാണ് വീണത് എന്നത് ആരോടും അവൾ പറയാത്തതിൽ അവന് അല്പം അത്ഭുതം തോന്നി. ദിവസങ്ങൾ മെല്ലെ മെല്ലെ മുന്നോട്ടു പോയി. അവളുടെ തലയിലെ മുറിവ് ഭേദമായി എങ്കിലും അവളോട് വേണിയുടെ മുറിയിൽ കിടന്നുകൊള്ളാൻ സരസ്വതി അമ്മ പറഞ്ഞു. അവൾക്ക് അത് സന്തോഷമാവുകയാണ് ചെയ്തത്. അതോടുകൂടി അവളും വേണിയും പഴയതിലും കൂട്ടായി. ധനലക്ഷ്മി ഇടയ്ക്ക് ഓരോന്ന് പറഞ്ഞ് അവളെ വേദനിപ്പിക്കുമെങ്കിലും കൂടുതലായി അവളൊന്നും കേട്ട ഭാവം നടിക്കാറില്ല. അവിടുത്തെ ജീവിതവുമായി അവൾ പൊരുത്തപ്പെട്ടു എന്ന് തന്നെ പറയാം. പാർത്തി ഇപ്പോൾ കൂടുതൽ സമയവും പുറത്താണ്. അച്ചമ്മ കൂടി തന്നെ ചതിക്കാൻ കൂട്ടുനിന്നു എന്ന അറിവ് അവനെ തകർത്ത് കളഞ്ഞിരുന്നു. എന്നാൽ ആരുമായും വഴക്കിടാതെ അവൻ ഒഴിഞ്ഞുമാറി നടക്കുകയാണ് ചെയ്തത്. അതിനാൽ തന്നെ മദ്യപാനവും കൂടി. ചില ദിവസങ്ങളിൽ പാർത്തിയും മന്ത്രയും തമ്മിൽ കാണാറ് പോലും ഇല്ലാതെയായി. അതോടുകൂടി അവൻ തന്നെ ഒഴിവാക്കുകയാണെന്ന് അവളും തിരിച്ചറിഞ്ഞു. അവൾ കുളപ്പടവിൽ ഇരിക്കുകയായിരുന്ന വേണിയുടെ അടുത്തേക്ക് ചെന്നു. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? മന്ത്രിയുടെ ചോദ്യത്തിന് വേണി സംശയത്തോടെ നെറ്റിച്ചുളിച്ചു. ആരാണ് ഈ പാർവതി? ഏറെ ദിവസങ്ങളായി ഇക്കാര്യം ചോദിക്കണോ വേണ്ടയോ എന്ന് സംശയത്തിലായിരുന്നു മന്ത്ര. അവൾ ചോദിച്ചതും വേണി പെട്ടെന്ന് തന്നെ അവളുടെ വാ പൊത്തിപ്പിടിച്ചു. അതിനുശേഷം ചുറ്റും ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. ഈ പേര് പോലും ഇവിടെ പറയരുതെന്നാണ് മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ശ്രീലത അമ്മായി പോലും വഴക്കിനിടയിൽ പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തത്? നിന്നോടിത് ആരാണ് പറഞ്ഞത്? വേണി സ്വരം താഴ്ത്തിയാണ് ചോദിച്ചത്. ഞാൻ കണ്ണേട്ടൻ്റെ ഡയറി കണ്ടു. അതുകൊണ്ട് നീ എന്നോട് ഒന്നും വിളിക്കണ്ട. അതോടെ വേണി ഒരു ദീർഘനിശ്വാസത്തോടെ അവളെ നോക്കി. വേണി ആദ്യം അല്പം അടിച്ചുവെങ്കിലും പിന്നെ ഓരോ കഥകളായി അവൾക്ക് പറഞ്ഞുകൊടുത്തു. അപ്പോൾ ഇങ്ങോട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ ആ ചേച്ചി തന്നെ ഒഴിവായി പോയി അല്ലേ? അപ്പോഴത്തെ അവൻ്റെ മാനസികാവസ്ഥ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മന്ത്ര വേണിയോട് ചോദിച്ചു. അതെന്നെ, ആ ചേച്ചിയുടെ അച്ഛൻ അമ്പിനും വില്ലിനും മടിക്കില്ലായിരുന്നത്രേ. കണ്ണേട്ടൻ്റെ അച്ഛൻ ചെയ്തതുപോലെ ഭാവിയിൽ കണ്ണേട്ടനും അയാളുടെ മോളെ ഉപേക്ഷിക്കുമെന്ന ഭയം. അത് പറയുമ്പോൾ വേണിയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ജയകൃഷ്ണൻ്റെ ഒപ്പം ദുഃഖഭാവത്തിൽ നടന്നു പോകുന്നവളായിരുന്നു. പലപ്പോഴും ക്ഷേത്രത്തിൽ വെച്ച് വേണി പാർവതിയെ കണ്ടിട്ടുണ്ട്. അവളുടെ മുഖത്തെ പുഞ്ചിരി വിവാഹത്തോടെ മാഞ്ഞുപോയി എന്ന് വേണിക്ക് തോന്നി.
എന്നിട്ട് ഇപ്പോഴത്തെ ഭർത്താവ് നല്ല രീതിയിലാണോ നോക്കുന്നത്? തൻ്റെ മനസ്സിൽ തോന്നിയ സംശയം മന്ത്ര ചോദിക്കാതെ ഇരുന്നില്ല. നല്ല ജീവിതമല്ല എന്നാ അറിഞ്ഞത്. കണ്ണേട്ടൻ്റെ പണ്ടു മുതലേയുള്ള ശത്രുവാണ് വിവാഹം കഴിച്ചത്. അതും ഏട്ടനോടുള്ള വാശിക്ക്. അയാൾ അവരെ ഒത്തിരി ദ്രോഹിക്കുന്നുണ്ട് എന്ന് കേട്ടു. അത് കേട്ടതും മന്ത്രയുടെ ചിന്തകൾ പല വഴി പോയി. അവരുടെ ജീവിതം സന്തോഷകരമല്ലാത്തത് കൊണ്ടാകുമോ കണ്ണേട്ടൻ തന്നെ അവഗണിക്കുന്നത്? എന്നെങ്കിലും അവർ തിരികെ വരികയാണെങ്കിൽ അവരെ സ്വീകരിക്കണമെന്ന് ആ മനസ്സിൽ കരുതിയിട്ടുണ്ടാകുമോ? അവളുടെ കൈകൾ തൻ്റെ താലിയിൽ മുറുകി. താനിപ്പോൾ ഒരു ഭാര്യയല്ലേ, അങ്ങനെ തനിക്ക് തൻ്റെ ഭർത്താവിനെ വിട്ടുകൊടുക്കാൻ കഴിയുമോ? എന്തൊക്കെയാ മന്ത്ര ആലോചിച്ചു കൂട്ടുന്നത്? വേണി ചോദിച്ചപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ ചിന്തയിൽ നിന്നും ഉണർന്നു. ഈ വിഷയം വേറെ ആരോടും ചോദിക്കരുത്. ഞാനാണ് ഇതെല്ലാം പറഞ്ഞു തന്നതെന്ന് അറിഞ്ഞാൽ മുത്തശ്ശി എൻ്റെ തല എടുക്കും. വേണി തൻ്റെ കഴുത്തിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല വേണി, എൻ്റെ തല പോയാലും ഞാൻ പറയില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ കണ്ണേട്ടൻ്റെ ഭാര്യയാണെന്ന കാര്യത്തിൽ എനിക്ക് പോലും ഒരു ഉറപ്പ് വന്നിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ എനിക്കിതൊക്കെ ചോദിക്കാൻ എന്തധികാരം? അല്പം നിറഞ്ഞു വന്ന കണ്ണുകളെ മെല്ലെ തുടച്ചുകൊണ്ട് മന്ത്ര പറഞ്ഞപ്പോൾ വേണി അവളെ മെല്ലെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എല്ലാം ശരിയാകും. കണ്ണേട്ടൻ അത്ര ദുഷ്ടനൊന്നുമല്ല. കുറച്ച് സമയമെടുക്കുമായിരിക്കും. എങ്കിലും നിന്നെപ്പോലൊരു പാവത്തിനെ മനസ്സിലാക്കാതിരിക്കാൻ മാത്രം മനക്കെട്ടിയൊന്നും ഏട്ടനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചുവെങ്കിലും അവൾ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ തൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് മന്ത്രയ്ക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. മടക്കിയെടുത്ത തുണികൾ ഓരോന്നായി അലമാരയുടെ മുകളത്തെ തട്ടിലേക്ക് വയ്ക്കുകയായിരുന്നു പാർവതി. കൈ രണ്ടും ഉയർത്തിയപ്പോൾ അവളുടെ ഭംഗിയുള്ള വയർ വെളിവായി. പിന്നിൽ നിന്നും ശക്തമായ 2 കൈകൾ പുണർന്നപ്പോൾ അവൾ കണ്ണുകൾ രണ്ടും ഇറുക്കിയടച്ചു. കുറച്ച് ദിവസം ഞാൻ കിടപ്പിലായപ്പോൾ നന്നായി ഒന്ന് മിനുങ്ങി നീ. പറഞ്ഞുകൊണ്ട് കൈകൾ ചെന്ന ഭാഗത്ത് ശക്തമായി അവനൊന്ന് അമർത്തിയപ്പോൾ അവൾ കണ്ണുകൾ രണ്ടും വേദന കൊണ്ട് ചുളിച്ചു. കുറച്ച് ദിവസങ്ങളായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പറഞ്ഞുകൊണ്ട് അവൻ അവളെ എടുത്ത് ഉയർത്തിയതും അവൾ കുതിരാൻ തുടങ്ങി. എന്നാൽ അത് കണ്ടതും അവന് കൂടുതൽ ദേഷ്യം വന്നു.